ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രിയെക്കുറിച്ച് മുൻ DGPമാരായ രണ്ടുപേരുടെ വ്യത്യസ്ത പ്രതികരണം. ആ പ്രതികരണമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കണ്ഠരര് രാജീവരെ പിന്തുണച്ച് എത്തിയ ശാസ്തമംഗലം കൗൺസിലർ മുൻ DGPയൊക്കെയായ ശ്രീലേഖ. കണ്ഠരര് രാജീവരെ തനിക്ക് 30 വർഷത്തിലേറെയായി അറിയാം. അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അയ്യപ്പന് ദോഷകരമാകുന്ന ഒന്നും തന്ത്രി ചെയ്യില്ല എന്നായിരുന്നു ശ്രീലേഖയുടെ പരാമർശം. എന്നാൽ ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി. അതിനു പിന്നാലെ ശ്രീലേഖ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു. കേസിന്റെ പോക്കിൽ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിക്കുന്ന നിലയിലായിരുന്നു ശ്രീലേഖയുടെ പോസ്റ്റ് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു. കേസിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഭക്തജനങ്ങൾ കണ്ണു തുറന്നൊന്ന് കാണാൻ അപേക്ഷിക്കുന്നു. അന്വേഷണം ആരംഭിച്ച നാളുകളായിട്ടും എവിടെയാണ് ഭഗവാന്റെ സ്വർണം? അതുപോലും പിടിച്ചെടുക്കാതെ ആർക്കു വേണ്ടിയാണ് ആചാരലംഘനം നടത്തി എന്ന് പറഞ്ഞുള്ള ഈ അറസ്റ്റ് എന്നായിരുന്നു ശ്രീലേഖയുടെ പോസ്റ്റിലെ ഉള്ളടക്കം. മന്ത്രിയായാലും തന്ത്രിയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നും നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകണം എന്നുമായിരുന്നു അറസ്റ്റിനോട് പ്രതികരിച്ച BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ പലരും നടത്തിയ പ്രതികരണം. ഇതിനിടെയാണ് ശ്രീലേഖ തന്ത്രിയെ പിന്തുണച്ച് സപ്പോർട്ട് ചെയ്ത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ട് രംഗത്തെത്തിയത്. എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്ന് കണ്ടപ്പോൾ ആ പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശ്രീലേഖ മാഡത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് ആ പോസ്റ്റ് കാണാൻ സാധിക്കുകയില്ല. അതേസമയം കണ്ഠരര് രാജീവർ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയ മറ്റൊരു മുൻ DGP TP സെൻകുമാർ ആണ്. അദ്ദേഹം പറയുന്നത് അറസ്റ്റ് ദുഃഖകരമാണ്, പക്ഷേ അനിവാര്യമാണ് എന്നാണ് സെൻകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 മുതൽ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഇത് ആരെയും അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നും സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. ദുഃഖകരം, പക്ഷേ അനിവാര്യം. ഇതാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അയ്യപ്പന്റെ പിതൃതുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി കുടുംബത്തിലെ ഒരാളുടെ അറസ്റ്റ് ദുഃഖകരമാണ്. എന്നാൽ 2019 മുതൽ ഇന്ന് വരെ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങൾ അത് ആരെയും അറിയിക്കാതിരുന്നത് തന്നെ കുറ്റകരമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വർഷങ്ങളോളം വിഹരിച്ചത് എങ്ങനെ? സ്വർണ്ണപ്പാളികൾ പിടിപ്പിച്ച കട്ടിളകളും ദ്വാരപാലക വിഗ്രഹങ്ങളും എന്തിന് പാളികൾ മാറ്റുന്നു? നിദ്രാദണ്ഡടക്കം മാറ്റിയിട്ട് തന്ത്രി നിശബ്ദത പാലിച്ചു. വാജിവാഹനം സ്വന്തമാക്കി. കുടുംബതന്ത്രികളുടെ ജീർണതയുടെ ഉത്തമ ഉദാഹരണമാണ് ഇവ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവനവൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. ദൈവികമായി മാത്രം ചിന്തിക്കേണ്ടവർ ഇഹലോകത്തിൽ അസക്തരാകുമ്പോൾ ഇങ്ങനെയെല്ലാം ഭവിക്കും. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. സാധാരണ ഭക്തരല്ല തന്ത്രികൾ. അവർ ഏറ്റവും ഉയർന്ന ആത്മീയത പുലർത്തേണ്ടവരാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വാക്കുകളോടെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവതുല്യനൊന്നുമല്ല, വെറും ഒരു തന്ത്രിയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ടത്തിൽ തന്ത്രി നടത്തിയ പ്രതികരണം ഇങ്ങനെ എന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു. എന്തായാലും രണ്ട് മുൻ DGPമാർ തന്ത്രിയെ വ്യത്യസ്ത രീതിയിൽ, ആരും തന്ത്രിയെ TP സെൻകുമാർ തന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ പക്വമായ രീതിയിലാണ് അവിടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അറസ്റ്റ്, അത് തന്ത്രിയെ പോലെ ഒരു ആളെ അറസ്റ്റ് ചെയ്യുന്നത് ദുഃഖകരമായ വസ്തുത തന്നെ, പക്ഷേ അത് അവിടെ അനിവാര്യമാണ്. എന്നാൽ വളരെ ഓപ്പൺ ആയിട്ടാണ് മുൻ DGPയും ഇപ്പോൾ ശാസ്തമംഗലം കൗൺസിലറുമായ ശ്രീലേഖയുടെ പ്രതികരണം. അപക്വമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ആ പോസ്റ്റ് ശ്രീലേഖയ്ക്ക് പിൻവലിക്കേണ്ടി വന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അതും അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ ഒരാൾ, ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത കൊള്ളരുതായ്മ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഈ സ്വർണം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരും എന്നതിനാണ്, ആ വിവരങ്ങൾ കേൾക്കാനാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഒന്നാകെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.